ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാകാൻ പോവാണേ. നമ്മൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പണിയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അതായത് നമ്മൾ ഈ ലുക്കിലാണ് അമ്പലത്തിൽ പോകുന്നത്. സാരി ഒന്നും എടുക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. കാരണം ഇന്ന് മോൾക്ക് ക്ലാസ്സും കൂടെ ഉള്ളതുകൊണ്ട് നമ്മളിനി സാരിയെ കൊടുത്തത് അല്ലെങ്കിൽ സെറ്റുമുണ്ട കൊടുത്തത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ അതുപോലെ ഓരോ പണികൾക്കൊക്കെ നിൽക്കുമ്പോൾ താമസിക്കും ഒരുപാട്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിക്കണം. നമ്മൾ കുറേ ദിവസം നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് വീട്ടിൽ കേട്ടോ. അപ്പം നമ്മളിത് ഇന്ന് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ എല്ലാം അവിടെ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ എൻ്റെ പൂജാമുറി എന്ന് പറയുന്നത് നമ്മുടെ ടി വിയുടെ താഴെ തന്നെ കേട്ടോ ചെയ്യണം. കാരണം ഇവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണല്ലോ. നമ്മളിതൊരു അപ്പാർട്ട്മെൻ്റ് ആണല്ലോ, അപ്പോൾ അത്രയൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയൊരു വീടിൻ്റെ പരിപാടിയൊക്കെ നടക്കുമ്പോഴേക്കും നമ്മൾ പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കും. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ നമ്മുടെ പൂജയുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലെത്തി. അപ്പോൾ നമ്മൾ ദൈവങ്ങൾ അങ്ങനെ എടപ്പള്ളി അവിടെയുള്ള ഒരു അമ്പലത്തിലാണ് പോകുന്നത്, ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ കേട്ടോ, ദേവിയമ്പലമാണിത്. അപ്പോൾ നമ്മളവിടെ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ തന്നെ പോകുന്നത്, ചൊവ്വയും വെള്ളി ഇവിടെയാണ് പോകുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും അമ്പലത്തിലൊക്കെ പോകും. എന്തായാലും അവിടെ തൃക്കയിൽ പോകും, ചിലപ്പോൾ ഇല്ല ഗണപതി അമ്പലത്തിൽ പോകും, ഇല്ലെങ്കിൽ ശിവൻ്റെ അമ്പലമുണ്ട് അടുത്ത്, അവിടെ പോകും. അപ്പോൾ ഞാൻ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. അവിടെയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി, കാരണം മോൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. വീട്ടിലെത്തി പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.